ണ്ടത് എന്നത് വാസ്തവത്തിൽ ഓരോ കാലവും മാറി മാറി ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓരോ കാലത്തും അതിന് മാറി മാറിയുള്ള ഉത്തരങ്ങളുമുണ്ട്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ വലിയ കവികളിൽ ഒരാളായിരുന്ന T.S. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അറിവിനെ സംബന്ധിക്കുന്ന വളരെ കൗതുകമുള്ള ഒരു ഒബ്സർവേഷൻ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേർ ഈസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ് ആൻഡ് വേർ ഈസ് അവർ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻസ് എന്ന് പറയും. വേർ ഈസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ അവർ നോളജ്. നമ്മുടെ വിജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിവേകം എവിടെ? ആൻഡ് വേർ ഈസ് അവർ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻസ്. വിവരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിജ്ഞാനം എവിടെ? ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. 1-ാം ലോക യുദ്ധത്തിൻ്റെ അരങ്ങൊരുങ്ങിയിരുന്നു. അറിവ് എന്നത് മനുഷ്യരെ നാഗരികതയുടെ ഉയർന്ന പടവുകളിലേക്ക് നയിക്കുന്നതിന് പകരം അറിവ് എന്നത് പലപ്പോഴും മാരകമായ ആയുധങ്ങളായി. അന്ന് ആറ്റം ബോംബില്ല, പക്ഷേ ഡൈനാമിറ്റ് വന്നു കഴിഞ്ഞു. ശാസ്ത്രം എന്നത് മനുഷ്യരെ പുതിയ തെളിച്ചത്തിലേക്കോ നവീനമായ ജീവിതത്തിലേക്കോ സമഭാവനയിലേക്കോ നയിക്കുന്നതിന് പകരം വിനാശകരമായ ഒരു പടവിലേക്കാണ് ശാസ്ത്രം നീങ്ങുന്നത് എന്ന തോന്നൽ യൂറോപ്പിൽ വളരെ ശക്തമായിരുന്നു. ഓസ്വാൾഡ് സ്പെംഗ്ലർ എന്നു പേരായ അക്കാലത്തെ പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാൾ ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് എന്ന ഒരു ഗ്രന്ഥം അക്കാലത്ത് എഴുതുകയും ചെയ്തു. പടിഞ്ഞാറിൻ്റെ പതനം എന്ന് അദ്ദേഹം കരുതുകയുണ്ടായി. ഈ അന്തരീക്ഷത്തിലാണ് എലിയറ്റ് ഈ ആശയം എഴുതുന്നത്, വേർ ഈസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ് എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മുടെ വിവേകം വിജ്ഞാനം കൊണ്ട് നഷ്ടപ്പെടുന്നത്, വിജ്ഞാനം വിവരം കൊണ്ട് നഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും വലിയ താല്പര്യം എന്താണ് എന്ന ചോദ്യം വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ട് വലിയ തോതിൽ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. അതിന് അർത്ഥപൂർണമായ ഒരു അന്തിമ ഉത്തരം കൈവന്നു എന്നൊന്നും ഞാൻ പറയുകയല്ല, പക്ഷെ അത് കൂടുതൽ പല രൂപത്തിൽ ഉന്നയിക്കപ്പെടുകയും പലതരത്തിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്ത ഒന്നാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ ആലോചനയുടെ ഭാഗമായി ചർച്ച ചെയ്യുന്ന പ്രമേയത്തിനും അതുമായി ഒരു ബന്ധമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന് ലോകത്തിലെ മറ്റെവിടത്തെയും വിദ്യാഭ്യാസ ചരിത്രത്തിലില്ലാത്ത ചില മൗലിക സ്വഭാവങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് നടക്കുന്നത് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടാണ് എന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലൊരു പണിമുടക്ക് ആദ്യമായി നടക്കുന്നത് കൂലിക്കൂടുതലിന് വേണ്ടിയിട്ടല്ല, തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റേതെങ്കിലും തൊഴിലവകാശവുമായി ബന്ധപ്പെട്ടല്ല. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് പുലയ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അയ്യൻകാളി നടത്തിയ പണിമുടക്കാണ്. 1.5 വർഷക്കാലം തിരുവനന്തപുരത്തിനടുത്തുള്ള വേങ്ങാനൂരും പരിസരത്തും കർഷക തൊഴിലാളികൾ പണിമുടക്കി കൃഷിഭൂമി തരിശിട്ട് ആ തരിശു ഭൂമിയിൽ പുല്ല് മുളച്ച് കൃഷി നടക്കാതെ വന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം മനുഷ്യർക്ക് ആദ്യമായി വിദ്യാലയ പ്രവേശം ലഭിച്ചത്. ആ തരിശുഭൂമിയിലെ കൃഷി പിന്നെ തരിശുഭൂമി വഴി രൂപപ്പെട്ട് കൃഷി തടയപ്പെട്ട് കൈവന്ന വിദ്യാഭ്യാസ അവകാശം വാസ്തവത്തിൽ കേരളത്തിൻ്റെ പിൽക്കാല ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ തൊഴിലവകാശം എന്നത്, തൊഴിൽ പണിമുടക്കുകൾ എന്നത് വാസ്തവത്തിൽ കൂലിയേക്കാൾ കൂടുതൽ ബന്ധപ്പെട്ട് നിന്നത് അറിവിനോടാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിവിനോടാണ്. അറിവ് എന്നത് വലിയൊരു സമരായുധമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് രൂപപ്പെട്ട ഒരു ആധുനിക സമൂഹം കേരളത്തിൽ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ, കേരളം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ഭൂതകാലം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു ആധുനിക സമൂഹത്തിൻ്റെ സവിശേഷമായ ചില ഗുണങ്ങളിലേക്ക് നമ്മൾ എത്തിയത്? നിശ്ചയമായും കേരളം ഇന്ന് വലിയ തോതിൽ അപഹസിക്കപ്പെടുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്. കേരളത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ കേരളത്തെ നിരന്തരം അപഹസിക്കുന്ന വലിയൊരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അങ്ങനെ അപഹസിക്കപ്പെടാവുന്ന ഒന്നല്ല കേരളം. ഇപ്പം ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാം. 5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് വീടില്ലാത്ത, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത കുടുംബങ്ങൾക്ക്
വീട് നിർമ്മിച്ച് സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുന്ന ഒരുപക്ഷെ ലോകത്തെ ഒരേയൊരു പ്രദേശം കേരളമാണ്. വേറെ എവിടെയും നടക്കില്ല. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി ഇപ്പോൾ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹം അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് മറ്റു പല നിലക്കിലായാലും ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനിക്കുന്ന കുട്ടികളിൽ ഏതാണ്ട് ഒരു 95% വിദ്യാലയ പ്രവേശനം നേടുന്നുണ്ട്. നമ്മുടെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും പൊതുപള്ളിക്കൂടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം 77, 78, 80 എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് 6-7 എന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2030 നമ്മൾ ലക്ഷ്യം വച്ചിരുന്ന ടാർഗറ്റ് ഏതാണ്ട് നമ്മൾ 2022-23 കാലത്ത് അച്ചീവ് ചെയ്യേണ്ടായി. അങ്ങനെയൊക്കെ നോക്കിയാൽ ആയുർദൈർഘ്യമാകട്ടെ, വിദ്യാഭ്യാസ വ്യാപനമാകട്ടെ, ഗതാഗത സൗകര്യങ്ങളാകട്ടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ലോകത്തെ വളരെ സവിശേഷതകളുള്ള നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. കേരളത്തിൽ ഇപ്പോൾ സാധാരണ ഒരു സർക്കാർ വിദ്യാലയത്തിൽ സാധാരണ ഒരു കുട്ടിക്ക് ലഭ്യമാകുന്ന പഠന സൗകര്യങ്ങൾ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലഭ്യമാകണമെങ്കിൽ പ്രതിമാസം 2000-3000 ഒക്കെ രൂപ ഫീസ് കൊടുക്കുന്ന വിദ്യാലയങ്ങളിലല്ലാതെ നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും ലഭ്യമാകില്ല. അങ്ങനെ പലതരത്തിലുള്ള സാമൂഹിക വളർച്ചയുടെ ഒരുപാട് മാനകങ്ങൾ കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഇതിനെല്ലാം മുൻനിർത്തിയിട്ടാണ് 1970 മുതൽ നമ്മൾ കേരള മോഡൽ എന്ന് പറഞ്ഞു വരുന്നത്. അമർത്യ സെന്നാണ് ആ സങ്കല്പം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പിന്നീട് സാമൂഹ്യ സാമ്പത്തിക ചിന്തകരൊക്കെ ഈ ആശയം പല രൂപത്തിൽ ഏറ്റെടുത്തു. കേരള മോഡൽ ലളിതമായി പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച കുറഞ്ഞ നിരക്കിലായിരിക്കുമ്പോഴും സാമൂഹിക വികാസം സാധ്യമാക്കുക. സാധാരണ സാമൂഹിക വളർച്ച, സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ പിന്നാലെയാണ്. വലിയ തോതിൽ സാമ്പത്തിക വളർച്ച നേടുന്ന സമൂഹങ്ങളിൽ സാമൂഹിക വളർച്ച ഉണ്ടാവും. സമ്പത്തില്ലാത്ത സമൂഹങ്ങളിൽ സാമൂഹിക വികാസവും കുറവായിരിക്കും എന്നതാണ് പൊതുയുക്തി. പക്ഷെ 1970 കേരളം അങ്ങനെയല്ല. ഇന്ത്യയിലെ അന്നത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക ശരാശരി പ്രതിശീർഷ വരുമാനമുള്ളതായിരുന്നു 1970 കേരളം. പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര, തമിഴ്നാടൊക്കെ പോലെ കാർഷിക വ്യാവസായിക ഉൽപാദനത്തിൽ 1ാം നിരയിൽ നിന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയോ പിന്നിൽ. അഖിലേന്ത്യാ ശരാശരി എടുത്താൽ 15-20 ഒക്കെ ഇടയിലാണ് അന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥാനം. അപ്പോഴും പൊതുജനാരോഗ്യത്തിലാകട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, സാമൂഹിക നീതിയുടെ കാര്യത്തിലാകട്ടെ ഒക്കെ കേരളത്തിന് അന്ന് മുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നിരുന്നു. അതിനെ മുൻനിർത്തിയാണ് കേരള മാതൃക എന്ന സങ്കല്പമൊക്കെ നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര ചർച്ചകളിൽ വന്നത്. അമർത്യ സെൻ അത് മുമ്പോട്ട് വെച്ചു. ധാരാളം വിമർശനങ്ങൾ അതിനെതിരെ ഉണ്ടായിരുന്നു. TMS തന്നെ പറയുമായിരുന്ന ഒരു കാര്യം, കേരള മാതൃക എന്ന വാക്ക് ശരിയല്ല, കാരണം ഇതൊരു മാതൃകയായി പരിഗണിക്കാമോ എന്നത് സംശയമാണ്. കാരണം ഗൾഫ് പണം അടക്കമുള്ള പരാശ്രിതമായ ഒരു സാമ്പത്തിക സ്രോതസ്സിൽ നിന്നാണ് ഈ കേരളത്തിൻ്റെ സാമൂഹിക വളർച്ചയൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു മാതൃകയായിട്ട് കണ്ടുകൂടാ എന്ന് EMS പോലുള്ള ആളുകൾ വരെ അമർത്യ സെന്റെ ആ സങ്കല്പത്തോട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ നിൽക്കെ തന്നെ കുറഞ്ഞ സാമ്പത്തിക വളർച്ചയിൽ സാമൂഹിക വളർച്ച, വിദ്യാഭ്യാസമായാലും പൊതുജനാരോഗ്യമായാലും ഗതാഗത സംവിധാനങ്ങളായാലും വിദ്യാലയ സംവിധാനങ്ങളായാലും ഒക്കെ ലഭ്യമാക്കുക എന്നത് അരനൂറ്റാണ്ടെങ്കിലുമായി കേരളം കൈവരിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ്. അതിപ്പോഴും തുടരുന്നുണ്ട് എന്നതുമാണ് യാഥാർത്ഥ്യം. അതൊന്നും ഇല്ലാണ്ടായിട്ടില്ല. ഇങ്ങനെ സുദീർഘമായ ഒരു വികാസ ചരിത്രം കേരളത്തിന് കൈവന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്നത് അത് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായതുപോലെ മതങ്ങൾക്കകത്തുള്ള ആചാര പരിഷ്കരണമോ മതങ്ങളുടെ ആഭ്യന്തരമായ പോരായ്മകൾ തീർക്കലോ എന്നതിനപ്പുറം സാമൂഹിക വളർച്ചയുടെ വലിയ കുതിപ്പുകളായിട്ടാണ് അതുണ്ടായത് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനം, ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ നടത്തുന്നതിൻ്റെ അധ്യക്ഷനായിരുന്നത് ഒരു സന്യാസിയാണ്. അത് നാരായണ ഗുരുവാണ്. ലോകത്തെവിടെയെങ്കിലും വ്യവസായ പ്രദർശനം നടത്തുന്ന ഒരു സന്യാസിയെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്.
വ്യവസായ പ്രദർശനങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വാർഷികത്തെ മുൻനിർത്തി ഫ്രാൻസിലും പാരീസിലും പിന്നീട് ലണ്ടനിലും ഒക്കെയാണ് 19-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻസ് ആരംഭിക്കുന്നത്. ആ ഇൻഡസ്ട്രിയൽ എക്സിബിഷന്റെ ചുവട് പിടിച്ചാണ് SNDP യോഗം വാർഷികത്തിന്റെ സ്ഥാപനത്തിന്റെ 1-ാം വാർഷികം മുൻനിർത്തി കേരളത്തിൽ ആദ്യത്തെ വ്യവസായ പ്രദർശനം നടത്തുന്നത്. അതിന്റെ നേതൃത്വം നാരായണ ഗുരുവിനാണ്. ഇതേ നാരായണ ഗുരുവാണ് അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. ഇതേ നാരായണ ഗുരുവാണ് കൃത്യം 100 കൊല്ലം മുമ്പ് 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തുന്നത്. ഇതേ നാരായണ ഗുരുവാണ് സംഘടിക്കുക എന്ന മുദ്രാവാക്യം ആദ്യമായി കേരളത്തോട് പറയുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക എന്നത്. ഇങ്ങനെ സവിശേഷമായ നിലയിൽ ഉള്ള ഒരു കലർപ്പ്, അതായത് മതനവീകരണത്തിൻ്റെയും ജാതി നശീകരണത്തിൻ്റെയും വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും സമരങ്ങളുടെയും ഒക്കെ തമ്മിലുള്ള ഒരു കൂടിക്കലരൽ വഴി വികസിച്ചു വന്ന ഒരു ആധുനിക ജീവിത ബോധം കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഇക്കാലത്തെ തുടർച്ചയിലാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ മൗലികമായ ഒരു സവിശേഷത എന്ന് പറയുന്നത്. എന്നാൽ ഈ സവിശേഷതയിൽ നിന്ന് ഇന്ന് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ സവിശേഷതകളുടെ സ്വാഭാവികമായ ഒരു തുടർച്ച നമുക്കുണ്ടോ എന്നത് സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഞാൻ അതേക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നു. കാരണം ഒരു ഭൂതകാലത്തിൻ്റെ മഹത്വ വർണ്ണന കൊണ്ട് ഭൂതകാലത്തെ ആദർശഭരിതമായി വളരെ ശോഭനമായി അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് നാം നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ, നമുക്ക് മറികടക്കാൻ കഴിയുമോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും ശ്രദ്ധിച്ച് കാണാൻ ഇടയില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക അന്തരം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ഇത് ആളുകൾ ശ്രദ്ധിക്കില്ല. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എടുത്താൽ ഏറ്റവും താഴെ തട്ടിലെ 10%, മേലെ തട്ടിലെ 10% കൈകാര്യം ചെയ്യുന്ന സമ്പത്തിന്റെ അളവെടുത്താൽ 2007 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ കേരള പഠനത്തിൽ മേലെ തട്ടിലെ 10% മൊത്തം സമ്പത്തിന്റെ 42% കൈയാളുന്ന സമയത്ത് താഴെ തട്ടിലെ 10% മൊത്തം സമ്പത്തിന്റെ 1.3% മാത്രമാണ് കൈയാളിയിരുന്നത്. മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിലുള്ള വ്യത്യാസം അന്ന് 35 മടങ്ങാണ്. ഇന്ന് അതിനേക്കാൾ കൂടുതലായ ഒരന്തരത്തിലേക്കാണ് പോകുന്നത്. ഒരു ശരാശരി സമൂഹത്തിൽ മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിൽ ഉണ്ടാകാവുന്ന അന്തരത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയൊക്കെ നിർദ്ദേശിക്കുന്ന ഒരാശയം പരമാവധി 20 മടങ്ങാണ് മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിലുള്ള സമ്പത്തിന്റെ അന്തരം എന്നത്. കേരളത്തിൽ അത് ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയാണ്. 40 മടങ്ങോളം വ്യത്യാസം ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഇത് പക്ഷെ നമ്മളുടെ ശ്രദ്ധയിൽ വരില്ല. കാരണം കേരളത്തിലെ അതിദരിദ്രരായ പരമനിസ്വരായ മനുഷ്യർ കേരളത്തിലില്ല എന്നതല്ല, അത്തരം ആളുകളെ കാണുന്ന ഒരു കണ്ണ് കേരളീയ സമൂഹത്തിന് പൊതുവിൽ ദുർബലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഭീമാകാരമായ ഒരു മധ്യവർഗം വികസിച്ചു വരികയും ഈ മധ്യവർഗത്തിന്റെ ആശയാഭിലാഷങ്ങളോട് ബന്ധപ്പെട്ട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഏറിയും കുറഞ്ഞും നടക്കുകയും ഈ മധ്യവർഗത്തിലേക്ക് കടക്കാനോ അതിൽ സ്വാധീനം ചെലുത്താനോ കഴിയാത്ത മനുഷ്യർ ഏറെക്കുറെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വളരെ വലിയ അരികുകളിലേക്ക് തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു കേരളീയ യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിൽ അത് ശ്രദ്ധിക്കപ്പെടില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നം, കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1% താഴെ മാത്രമേ ഈ ആദിവാസികളുള്ളൂ. അവരുടെ ഭൂപ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരു ആധുനിക സമൂഹത്തെ സംബന്ധിച്ച് അത്രയൊന്നും പ്രയാസകരമായ കാര്യമല്ല. പക്ഷെ സ്വാതന്ത്ര്യപ്രാപ്തി ഏതാണ്ട് 75 വർഷങ്ങൾ പിന്നിട്ട് 80-ാം വർഷത്തിലേക്ക് എത്തുമ്പോഴും ആദിവാസി ഭൂപ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല. അത് തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ
അടിസ്ഥാനപരമായി നമ്മുടെ സാമൂഹിക ബോധ്യത്തിൻ്റെ, സാമൂഹിക പ്രവൃത്തികളുടെ കേന്ദ്രം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 60-70% വരുന്ന മധ്യവർഗവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നാണ്. ഈ മധ്യവർഗത്തിന്റെ അഭിരുചികളെ ഇപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂടിയാൽ നിശ്ചയമായിട്ടും കേരളത്തിൽ സമരം നടക്കും. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആദിവാസി ഭൂപ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിൽ ഒരു വമ്പിച്ച സമരം നടക്കുക സാധ്യമല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ, ഏറ്റവും പുറംപോക്കിലേക്ക് തള്ളി മാറ്റപ്പെട്ട മനുഷ്യരെ കാണുന്ന ഒരു സാമൂഹിക വീക്ഷണം കേരളത്തെ സംബന്ധിച്ച് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ ഒരു ഫലം. ഞാൻ വേറൊരു നിലയിലും കൂടി ഈ കാര്യം പറയാം. ഇപ്പൊ കേരളത്തില്, ഇന്ത്യയിലെ ശരാശരി കണക്കെടുത്താൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. 1-ാം സ്ഥാനത്താണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ എണ്ണം. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ കണക്കെടുത്താൽ, ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ ഇന്ന് ഇന്ത്യയിൽ 28-ാമത്തെ സ്ഥാനത്ത് തന്നെയാണ് കേരളം. എന്താ 28-ാമത്തെ സ്ഥാനം എന്ന് ചോദിച്ചാൽ 28 സ്റ്റേറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പഠിച്ച ആളുകൾ എവിടെ പോകുന്നു? നമ്മുടെ പഠിച്ച ആളുകളൊക്കെ ഒരു തരത്തിൽ ഗാർഹികതയുടെ പലതരത്തിലുള്ള ചുറ്റുവട്ടങ്ങൾക്കുള്ളിൽ പെട്ടു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആധുനിക കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വിനാശകരമായ ഒരു പ്രശ്നം നമ്മുടെ ഗാർഹിക മണ്ഡലം എന്നതാണ്. എളുപ്പം പറഞ്ഞാൽ കുടുംബം. എന്താണ് കേരളത്തിലെ കുടുംബത്തിനുള്ളിൽ സംഭവിക്കുന്നത്? ഞാൻ കുടുംബങ്ങൾക്കകത്ത്, ഓരോ കുടുംബത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നല്ല, മറിച്ച് ആ സ്ഥാപനത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മരുമക്കത്തായത്തിൽ നിന്നും അതിന്റെ ക്രമങ്ങളിൽ നിന്നും ആധുനിക കുടുംബത്തിലേക്ക് ഇത് വികസിച്ചു വരികയാണ് ചെയ്തതെങ്കിൽ, അതുവഴി പഴയ നാടുവാഴുത്തത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടി ഒരാധുനിക ജനാധിപത്യ ഘടനയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്ന പ്രവൃത്തിയാണ് നടന്നതെങ്കിൽ, ഇപ്പൊ നടക്കുന്നത് എന്താണ് എന്നാലോചിച്ചാൽ, ഇപ്പൊ മിക്കവാറും നമ്മുടെ ഗാർഹിക മണ്ഡലം നമ്മുടെ സാമൂഹിക മണ്ഡലത്തിന്റെ മൂല്യങ്ങൾക്ക് വിപരീതമായൊരു മൂല്യങ്ങളെ നിലനിർത്തുന്ന ഇടമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമ്മൾ പൊതുജീവിതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ജാതി നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് നമ്മൾ ഇല്ലാതാക്കി എന്ന് കരുതുന്ന മതവിഭാഗീയതകൾ നമ്മുടെ വീട്ടിലുണ്ട്. ആധുനിക ആചാരബോധം അത് റോട്ടിലുണ്ടാവില്ല, പക്ഷെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ KN പണിക്കർ രസമായിട്ട് പറയുമായിരുന്ന ഒരു കാര്യം, മലയാളിയുടെ മതനിരപേക്ഷ ബോധം, ജാതി വിരുദ്ധ ബോധം എന്നെല്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഉപമ ചെരുപ്പൂരി വീട്ടിൽ കയറുന്ന പോലെയാണെന്നാണ്. അപ്പൊ നിങ്ങൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ ചെരുപ്പിടും, നിങ്ങൾ പക്ഷെ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പൂരി വെക്കും. റോട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം സെക്യുലറാണ്, വീട്ടിൽ കയറുമ്പോൾ പക്ഷേ മതമുണ്ട്. റോട്ടിൽ ഇറങ്ങുമ്പോൾ നമുക്കാർക്കും ജാതിയില്ല, വീട്ടിൽ കയറുമ്പോൾ പക്ഷേ ജാതിയുണ്ട്. റോട്ടിൽ ആചാരമില്ല, വീട്ടിൽ ആചാരമുണ്ട്. നമ്മുടെ ഒരു കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുറത്ത് ലെനിനാണ്, അകത്ത് പൂന്താനാണ്. പുറത്ത് ലെനിനും അകത്ത് പൂന്താനവും എന്ന് KGS ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ആദ്യം ഇപ്പൊ പൊട്ടിപ്പുറപ്പെട്ടു എന്നൊന്നും ഞാൻ പറയല്ല, മുമ്പും ഇതുണ്ട്. പക്ഷെ ഇന്ന് അതതിൻ്റെ മാരക രൂപം ആർജിക്കുകയും അത് രാഷ്ട്രീയമായ കാര്യങ്ങളിലൊന്നും മാത്രമല്ല കേട്ടോ, നമ്മുടെ ആധുനികമെന്ന് നമ്മൾ കരുതുന്ന മൂല്യങ്ങളിലും ജീവിതാശയങ്ങളിലും ജീവിത പരിസരങ്ങളിലും ഒക്കെ കഴിയുന്നവർ തന്നെ അതിൻ്റെ നേർവിപരീതമായ ജീവിത ബോധ്യം കൊണ്ട് നടക്കുന്നതിൽ ഒരു പ്രയാസമില്ലാത്തവരായിട്ട് മാറിത്തീരുന്നു. ഇപ്പൊ നമ്മുടെ അറിവ് എന്ന് പറയും